നമസ്കാരം. വോയിസ് ഓഫ് മന്നാർജിയിലേക്ക് സ്വാഗതം. നമ്മൾ മില്ലറ്റുകളുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തുടരാൻ തവിട് കളയാത്ത പകുതി തവിട് കളഞ്ഞ മുഴുവനായി തവിട് നീക്കിയത് എന്ന് 3 വിഭാഗത്തിലാണ് മില്ലറ്റുകൾ കമ്പോളത്തിൽ വാങ്ങാൻ കിട്ടുക. ആരോഗ്യ സംരക്ഷണത്തിനും രോഗചികിത്സയ്ക്കും പോഷക ഗുണമേന്മയ്ക്കുമായി ഉത്തമമാണ് തവിട് കളയാത്തത്. അതെന്തു തന്നെ ആയിക്കോട്ടെ, ഈ ചാമയായാലും തിനയായാലും കമ്പായാലും വരകായാലും കുതിരവാലിയായാലും എല്ലാം തവിട് കളയാത്തതാണ് നമ്പർ 1. പിന്നെ ഇങ്ങോട്ട് ഓരോന്നതിൻ്റെ ഗ്രേഡ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അരിമണി പൊടിച്ച് മില്ലറ്റുകളിൽ മായം ചേർക്കും. അതൊരു പതിവുണ്ട്. അതായത് സാധാരണ നമ്മുടെ നെല്ലിൻ്റെ അരി തന്നെ പൊടിച്ച് അതിനകത്ത് ചേർക്കും. എന്നിട്ട് അത് മില്ലറ്റാണെന്ന് പറഞ്ഞ് ലോകത്തില്ലാത്ത കാശ് വാങ്ങിക്കും. അത് സാധാരണക്കാരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വാങ്ങുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ജൈവം ആണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറയും. പരമാവധി ഒരു മില്ലറ്റ് 3 ദിവസത്തിൽ കൂടുതൽ കഴിക്കരുത്. അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ മില്ലറ്റ് മാറി വേറൊരു മില്ലറ്റിലേക്ക് മാറണം. അപ്പോൾ 3 ദിവസം തിന കഴിച്ചാൽ 3 ദിവസം ചാമ കഴിക്കണം, പിന്നെ 3 ദിവസം വരക് കഴിക്കണം, പിന്നെ 3 ദിവസം കമ്പ് കഴിക്കണം, പിന്നെ 3 ദിവസം പിന്നെ കുതിരവാലി കഴിക്കണം. അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ഈ 3 ദിവസം കൊണ്ട് ഈ മില്ലറ്റിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ പിടിക്കും. അടുത്ത മില്ലറ്റിൻ്റെ ഗുണം പിടിക്കും. അങ്ങനെ കംപ്ലീറ്റ് സാവകാശം നമ്മുടെ ശരീരത്തിലെ ആരോഗ്യം പുനഃസ്ഥാപിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഒരിക്കലും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അലൂമിനിയം പാത്രത്തിൽ ഇത് പാകം ചെയ്തിരുന്നു. ഏറ്റവും നല്ലത് മൺപാത്രമാണ്. അത് വിട്ടാൽ നല്ല ഗേജുള്ള സ്റ്റീല്. ഇത് രണ്ടിൽ മാത്രമേ മില്ലറ്റ് പാകം ചെയ്യാവൂ. വെള്ളം എപ്പോഴും കിണർ വെള്ളമാണ് ഏറ്റവും ഉത്തമം. അത് കിട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ മാതിരി വെള്ളം ശുദ്ധി ചെയ്തെടുക്കുക. ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ കറി വെച്ച് അതിലധികം ഉപ്പ് കൂടാതെ, അധികം എരിവ് ചേർക്കാതെ, അധികം പുളി ചേർക്കാതെ, മസാലകൾ ഒട്ടും ചേർക്കാതെ പാകം ചെയ്ത് സ്വാദിഷ്ടമായ സാധനം കൂട്ടാനാണെങ്കിൽ അത് നമുക്ക് മില്ലറ്റ് കഞ്ഞിയുടെ കൂടെ, മില്ലറ്റ് ചോറിൻ്റെ കൂടെ കഴിക്കാം. കുഴപ്പമൊന്നുമില്ല. അതേസമയം നോൺ വെജ് പാടില്ല, ഒരിക്കലും പാടില്ല. മില്ലറ്റ് കഴിക്കുന്ന കാലഘട്ടത്തിൽ മദ്യപിക്കരുത്, ലഹരി സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. മില്ലറ്റ് നമ്മൾ പാകം ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ആദ്യം എന്ത് അരി എടുത്താലും നമ്മൾ കഴുകുമല്ലോ. പക്ഷേ ഇതെടുത്തു കഴിഞ്ഞാൽ, ആവശ്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ഒന്ന് നന്നായി കഴുകി ആ വെള്ളം ഊറ്റിക്കളയുക, അല്ലാതെ പിന്നെ കളയരുത്. രണ്ടാമത്തെ തവണ ഒഴിക്കുന്ന വെള്ളം അതിൽ തന്നെ കിടക്കണം, അതിൽ കുതിരണം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും കുതിരണം. എങ്കിലേ അതിൻ്റെ അകത്തുള്ള വളരെ നേർത്ത ഭാഗങ്ങളൊക്കെ കുതിർന്ന് വീർത്ത് അത് ചലനാത്മകമാവുള്ളൂ. അതിനുശേഷം ആ വെള്ളം കളയാതെ തന്നെ അടുപ്പത്ത് വെച്ച് പിന്നെ തിളപ്പിക്കണം. കഞ്ഞി വെന്ത് കഴിഞ്ഞാൽ വെള്ളം ഊറ്റിക്കളയരുത്, അതിൽ തന്നെ അത് പറ്റിയിരിക്കണം. അതാണ് ഏറ്റവും ഗുണകരമായത്. സാധാരണഗതി മില്ലറ്റിന് 4 ഇരട്ടി അളവിൽ ആണ്, അല്ലെങ്കിൽ മില്ലറ്റ് കിടക്കത്തക്ക വിധമാണ് വെള്ളം ഒഴിക്കുന്നത്. മില്ലറ്റ് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ മില്ലറ്റിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർക്കണം. ചോറിന് 4 ഇരട്ടി വെള്ളം മതി. എന്നാലും ഊറ്റിയെടുക്കുന്ന വെള്ളം എന്ത് ചെയ്യണം? അത് വേറെ ഗ്ലാസ്സിലെടുത്ത് അത് നമ്മൾ കുടിക്കണം. പിന്നീട് പാകം ചെയ്യുന്ന സമയത്ത് മില്ലറ്റുകൾ തിളച്ച് കഴിഞ്ഞാൽ ഉടൻ വേണമെങ്കിൽ നമുക്കത് അടച്ചു വെച്ച് തീ കെടുത്തുകയും ചെയ്യാം. പിന്നീട് പാകമാകുന്നതിന് തീയുടെ ആവശ്യമില്ല. പാത്രം നന്നായി അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കുറേ ഇന്ധനം ലാഭിക്കുകയും ചെയ്യാം. 8 മണിക്കൂർ കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്ത മില്ലറ്റ് പുട്ടുപൊടിയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ചെറിയ ചൂടുവെള്ളം, പുട്ടുപൊടി കട്ട പിടിക്കാതെ അല്പം നനച്ച് 15 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കണം. അതിനുശേഷം നനവ് കുറവെങ്കിൽ അല്പം വെള്ളം കൂടി ചേർക്കാം. യഥേഷ്ടം തേങ്ങ, പച്ചക്കറി, ഇലകൾ മുതലായവ ചേർത്ത് ആവിയിൽ വെച്ച് പുട്ട് വേവിച്ചെടുക്കുക. ഇതാണ് മില്ലറ്റ് പുട്ട്. അരിയും ഗോതമ്പൊക്കെ കൊണ്ട് നമ്മൾ സാധാരണ റവയൊക്കെ കൊണ്ട് മറ്റ് പലഹാരങ്ങൾ ഉണ്ടാക്കില്ലേ, അതുകൊണ്ട് അതേപോലെ തന്നെ മില്ലറ്റിൻ്റെ റവയും മില്ലറ്റിൻ്റെ പൊടിയൊക്കെ കൊണ്ട് നമുക്ക് ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാം, ഇലയുടെ ഉണ്ടാക്കാം, അങ്ങനെ എല്ലാം ഉണ്ടാക്കാം. മില്ലറ്റ് 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം 12 മണിക്കൂർ കുതിർത്ത ചെറുപയറും നാളികേരവും ചേർത്ത് അരയ്ക്കണം.
1 മണിക്കൂർ കഴിഞ്ഞ് ഇവ രണ്ടും ചേർത്ത് ദോശ, ഇഡ്ഡലി എന്നിവ ഉണ്ടായി കഴിക്കാം. ഉഴുന്നിൻ്റെ ആവശ്യമില്ല. ചെറുപയറിന് പകരം ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ് തുടങ്ങിയ നാരുള്ള പച്ചക്കറികളും തേങ്ങയും ചേർത്ത് അരച്ച് ഉപയോഗിക്കാം. ഇതാണ് മില്ലറ്റിൻ്റെ ഈ പ്രയോഗത്തിലുള്ള പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. മല്ലിയില, പുതിനയില, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി എന്നിവ ഒന്നിച്ചോ ഏതെങ്കിലും ഒന്നോ ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കാം. ചുട്ട തേങ്ങ ചുട്ടെടുത്ത്, ഇഞ്ചി കൂടെ ചുട്ടെടുത്ത്, ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്ത് അധികം മുളകൊന്നും ചേർക്കാതെ അല്പം കുരുമുളക് പൊടി വേണേൽ ചേർക്കാം. ചമ്മന്തി ഉണ്ടാക്കി അതാണ് മില്ലറ്റിലൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റും സ്വാദിഷ്ടവും. അപ്പോൾ ഇങ്ങനെ ഈ വ്യത്യസ്തമായ രീതിയിൽ മില്ലറ്റ് ഒന്ന് ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കിക്കട്ടെ. അതിൻ്റെ സ്വാദ് അറിയാം. ഒരാഴ്ച തുടർച്ച കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും അറിയാം. അതിൻ്റെ ആരോഗ്യം എങ്ങനെ വീണ്ടെടുത്ത് തരുന്നു എന്നുള്ളത് നമുക്ക് സ്വയം ഫീൽ ചെയ്യും. ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത ദിവസമാകാം. നന്ദി. നമസ്തേ. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, പാലക്കാട്. എൻ്റെ ഫോൺ നമ്പർ 9447352982. വോയിസ് ഓഫ് മാന്നാർജി നിങ്ങളെല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, മറ്റു സുഹൃത്തുക്കളെ അതിന് പ്രേരിപ്പിക്കുക. ഓക്കെ, വീണ്ടും കാണാം. നമസ്തേ.